സംഘങ്ങളെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയ്തു വെച്ച ഒരു എക്സലാണ്. സാധാരണ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന സംഘങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു കാൽക്കുലേഷനിലെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത സംഘങ്ങൾ എക്സലിൽ ഫംഗ്ഷൻ ഇട്ട് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ ഭാഗം. അപ്പോൾ ഫംഗ്ഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്മൾ എവിടെയെങ്കിലും അറിയാതെ കൈകൊണ്ട് തട്ടിയാൽ എക്സലിൻ്റെ ഫംഗ്ഷൻ അങ്ങ് പോകും. അപ്പോൾ ഇതിപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് ഇട്ടിട്ടാണ്. അതായത് മാക്രോ ആണ്. അപ്പോൾ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെഡിങ് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾ പല ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോളിയോ ഉപയോഗിക്കുന്നു. ഫോളിയോ അല്ല ഫോളിയോ സൈസ് പേപ്പർ. ശരിക്കും ഫോളിയോ സൈസ് പേപ്പറിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വീക്കിനും ശേഷം ഒരു റിമാർക്സ് കോളം ഉണ്ടായിരുന്നു. ആ റിമാർക്സ് കോളത്തിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഒരു അക്കൗണ്ട് നമ്പർ ഇടുന്നുണ്ടായിരുന്നു. IFSC കോഡോ ബാങ്ക് ബ്രാഞ്ച് നെയിമോ ഒന്നും ഇല്ലാതെ IFSC ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രം ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് അത്രയും സ്ഥലം കളയാമെന്നല്ലാതെ അതിനെ കൊണ്ടും ഉപകാരമില്ല. ഓക്കെ. പിന്നെ ഈ പെർ വേജസ് ഇവിടെ ആയിരുന്നുണ്ടായത്. ഞാനതിനെ സ്ക്രിപ്റ്റിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡാറ്റ എൻട്രി ചെയ്യുന്നത് മുഴുവൻ നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഭാഗം മാത്രമാക്കാൻ. പിന്നെ ബാക്കി അങ്ങോട്ടേക്കുള്ള എല്ലാ ഭാഗവും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ. അത് ആ പണ്ടുണ്ടാക്കിയ ഒരു ഫോർമാറ്റ് ഒന്നും അത് മാറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാ കോളങ്ങളിലും അവൈലബിൾ ആണ്. ഓക്കെ. അക്കൗണ്ട് നമ്പർ ആയിരുന്നു ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മെമ്പർ നമ്പർ മന്ത് ഇവിടെ ലൂൺ നമ്പറിന് പകരം ഞാൻ മന്ത് എന്നിട്ടുണ്ട്. അത് ലൂൺ നമ്പർ വേണ്ടെങ്കിൽ ലൂൺ നമ്പർ തന്നെ കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഐറ്റം കോഡ് നിർബന്ധമാണ്. പിന്നെ ബീവേഴ്സിൻ്റെ പേര് ഇങ്ങനെയാണ്. ഓക്കെ. ഇതിൽ പിന്നെ ടോട്ടൽ എന്ന് പറയുന്നത് ലാസ്റ്റാണ് നമ്മളിവിടെ ടോട്ടൽ ഇടുക. വേണ്ടുന്നതൊക്കെ അത് മാനുവലി ഇടാൻ ചെയ്ത ശേഷം ഇക്വേഷൻ ഇട്ട ശേഷം ഇടാം. ഇവിടെ റണ്ണിങ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ സാധനം തന്നെയാണ് ടോട്ടൽ. ഇതിൽ ഫോർ എക്സാമ്പിൾ 1,36,160 രീതിയിൽ വരും. ഓക്കെ. അപ്പോൾ അതിനെ മാറ്റുമ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ ഇപ്പം ഇത് ഒരുപാട് പിന്നെ നമ്പർ കൊടുത്തുകൊണ്ട് വലിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് വലിയ എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഞാനത് അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരേപോലെ വേറെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഉദാഹരണം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഇത് ഇക്വേഷൻ ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നത് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂ അടിച്ച് പേസ്റ്റ് ചെയ്താൽ ഓക്കെ വാല്യൂ. ഇനിയിപ്പോൾ ഞാൻ ഈ എക്സലിൽ ഇവരുടെ പേരുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ഒരു പെർ ഡേ എത്രയാണെന്നുള്ളതുണ്ട്. ഇത് നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിലും സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇതിനെ 6 കൊണ്ട് ഗുണിച്ചത് 6 ദിവസം വർക്കിംഗ് എന്നുള്ള രീതിയിലാണ് 42 വരുന്നത്. പിന്നെ ഇവിടെ 30 എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട സാധനമാണ്. അത് നമ്മളെ എത്രയാണ് ഒരു മീറ്ററിൻ്റെ വേജ് എത്രയാണെന്നില്ലാന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതൊക്കെ നമ്മൾ കറക്റ്റ് വരേണ്ടതാണ്. അതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ 5 വീക്കിൻ്റെ പ്രൊഡക്ഷൻ മിക്കവാറും 4 വീക്കേ ഉണ്ടാവുള്ളൂ. 5 വീക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ 1 or 2 ദിവസം മാത്രമായിരിക്കും. അത് നിങ്ങൾക്ക് തൊട്ടടുത്ത മാസത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പം 5 വീക്കാകുമ്പോൾ നഷ്ടപ്പെടുന്നത് അതായത് 5,000 കിട്ടൂല, 4,000 മാക്സിമം പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിലുള്ളത്. അങ്ങനെ വരുന്ന കേസിൽ ചില മാസങ്ങളിൽ അങ്ങനെ വരാം. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി ടു മാർച്ച് വരാം. ഫെബ്രുവരി 28 ദിവസം മാത്രമേ ഉള്ളൂ. മാർച്ചിലേക്ക് വരുമ്പോൾ ഒക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ 1-ാം തീയതി മാത്രമായിരിക്കും ചിലപ്പോൾ ശനിയാഴ്ച 1-ാം തീയതി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുവാന്നുള്ളത്. ആ 1-ാം തീയതി ശരിക്കും തൊട്ടടുത്ത മാസത്തേതാണ്. അപ്പോൾ ആ മാസത്തേക്ക് ഇട്ടാലും മതി. എനിവേ അത് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് വേണ്ട പിന്നെ ഇക്വേഷൻ നമ്മൾ ആവശ്യമില്ല. ഇത്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക, മാസം കൊടുക്കുക, എല്ലാം കൊടുക്കുക. അതിന് ശേഷം ഇപ്പം മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കുന്നുള്ളതാണ്. ഇത് വർക്ക് ചെയ്യിക്കാൻ വിഷ്വൽ ബേസിക്കിൻ്റെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8ാമത്തെ റോ, ഈ 8ാമത്തെ ലൈനുണ്ട്, 36ാമത്തെ ലൈനുണ്ട്. 8 മുതൽ 36 വരെയും നിങ്ങൾ വേണ്ടത് Alt F8 അടിക്കുക. മാക്രോ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Alt F8 അടിക്കുക. എന്നിട്ട് ഇവിടെ പ്രോസസ് ഡാറ്റ ഉണ്ട്, റൺ എടുക്കുക. പ്രോസസ് ഡാറ്റ ആയിരിക്കും. നിങ്ങളിത് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഡാറ്റ എന്നുള്ള തന്നെ സെലക്ട് ചെയ്യണം. റണ്ണ് സെലക്ട് ചെയ്യാം. 8 മുതൽ 36 വരെയാണ്. ഫസ്റ്റ് റോ 8 ആണെന്ന് കൊടുത്തു, എൻട്രി അടിക്കുന്നു. അപ്പോൾ അടുത്ത് വയ്ക്കും 36 ആണെന്ന് കൊടുക്കുന്നു, എൻട്രി അടിക്കുന്നു. സാധനം അവിടെ വന്നിട്ടുണ്ട്. എല്ലാം കാൽക്കുലേഷനും കറക്റ്റ് ആയിരിക്കും. കണ്ടുപിടിപ്പം നോക്കി 42, 43, 44, 45 പ്രൊഡക്ഷൻ ഇട്ടിട്ടുണ്ട്. 42 മിനിമം വേണ്ടത്. ഇതും ഫില്ലായിട്ടുണ്ട്. 42 വേണ്ടത് 0 ആണ്. 43 1 മീറ്റർ എക്സ്ട്രാ വന്ന്, 44 2 മീറ്റർ എക്സ്ട്രാ വന്ന്, 45, 46 അങ്ങനെ 3, 4 അങ്ങനെ എക്സ്ട്രാ വന്ന്. എക്സ്ട്രാ വരുമ്പം 30ൻ്റെ റേറ്റിന് ഇരട്ടി 60 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 1 60ആയി, 2 120ആയി, അങ്ങനെ വന്നു. പിന്നെ ലിമിറ്റഡ് ടു 1000 ആണ്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 70, 80, 90, 100 എന്നിട്ട് പ്രൊഡക്ഷൻ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഇതൊരു കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വീണ്ടും Alt 8 അടിച്ചിട്ട് റൺ അടിച്ചിട്ട് 8 മുതൽ
36 വരെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1000ൻ്റെ മുകളിൽ പോകുമ്പോൾ ലിമിറ്റ് ചെയ്തു. അപ്പോൾ 4840 എന്ന് പറയുന്നത് 5 വീക്ക് വരുന്നോണ്ട് അങ്ങനെ വരില്ല. ഇക്വേഷനിൽ വരുന്നത് നോക്കണ്ട. അങ്ങനെ ഫസ്റ്റ് മാർച്ച് ആയി. ഇനിയിപ്പോൾ തൊട്ട് താഴത്തേക്ക് അതേ സാധനമുണ്ട്. ഇത് മാർച്ച് എന്നുള്ളത് ഇത് നമുക്ക് എന്താക്കാം, ഏപ്രിലാക്കാം. എന്നിട്ട് വീണ്ടും അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 56 മുതൽ ഇവിടെ ശ്രദ്ധിക്കുക, 56 മുതൽ 83 വരെ, 84 വരെ, 56 മുതൽ ആൾട്ട് F8, 56 മുതൽ 84 വരെ അതുമായി. അത് റണ്ണിങ് ടോട്ടൽ അത് ചെറിയ എമൗണ്ടാണ്. അവിടെ റണ്ണിങ് ടോട്ടൽ 2990. ഇവിടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അതേപോലെ മൂന്നാമത്തെയും ഇങ്ങനെ ഏത് ഈ ഷീറ്റിൻ്റെ താഴോട്ട് എത്ര വേണമെങ്കിലും പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് സേവ് അനുസരിച്ചിട്ട് വേറെ ആയിരിക്കും ചെയ്യാം. ഓക്കെ, ഇത് രീതിയിൽ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ വർക്കാവും. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഡക്ഷൻ മാത്രം അടിച്ചാൽ മതി. ഓക്കെ, പക്ഷേ ഇവിടെ കൊടുക്കുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ പ്രോഡക്റ്റിന് മിനിമം വേണ്ടത് 7 ആണോ അതെല്ലാം സെറ്റ് ചെയ്യണം. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ഈ അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ചിലപ്പോൾ എല്ലാവരും മാനുവലായിട്ടാണ് ചെയ്യുന്ന ആളിൽ, പലരും മാനുവലായിട്ട് ചെയ്യുന്ന ആളിൽ. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ എംപ്ലോയി 1ന് ഇവിടെ എത്രയാണ് 100, എന്നിട്ട് അടുത്തതിൽ എത്ര എംപ്ലോയി 1ന് ഒന്നുമില്ല, അങ്ങനെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. കാരണം അതിനെ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. ഓക്കെ, അതായത് ഈ ഷീറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് മൂവർ കോപ്പി ഉണ്ടാവും, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ക്രിയേറ്റ് കോപ്പി എടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എക്സ്ട്രാ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാദ്യം ഉണ്ടായ കുറച്ച് ഷീറ്റ് ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഓക്കെ, ഇതിപ്പോൾ എക്സ്ട്രാ വന്നതാണ്. ഈ എക്സ്ട്രാ വന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് നമ്മൾ എക്സ്ട്രാ കോപ്പി ഇട്ടതിൽ നമ്മൾക്ക് ഹെഡർ വേണ്ട, ഈ സാധനങ്ങൾ വേണ്ട. ഇത് ഫസ്റ്റിലത്തെ അടുക്കട്ടെ. ഫസ്റ്റിലത്തെ ഒന്ന് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് അടുക്കട്ടെ. നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഡാറ്റ കൺസൾട്ടേഷനാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ജനുവരി എന്ന് അടിച്ചിട്ടുണ്ട്. ജനുവരി എന്ന് അടിക്കുമ്പോൾ അല്ലെങ്കിൽ മാർച്ചാണെന്ന് വിചാരിക്കാം. മാർച്ച് 3, 2025 ഇവിടെ ഞാൻ അത് താഴത്തേക്ക് 2 അടിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് അടിച്ചാൽ മാത്രമേ ഈക്വലേറ്റ് വരും. അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ ഇടും. അത് പിന്നെ എക്സലിൻ്റെ ഒരു ഹെൽപ്പിംഗ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത് നമുക്ക് വിതറാവും. 2 അടിച്ച ശേഷം 2 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അടിച്ച് ഏപ്രിലേക്ക് പോയി. ഇനി മെയ് ആണെങ്കിൽ 5, 2025, 5, 2025 രണ്ടും സെലക്ട് ചെയ്ത ശേഷം മെയ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തിലാണ്. നമ്മൾക്ക് ഒറിജിനൽ വേണമെങ്കിൽ ലൂമാണെങ്കിൽ ലൂമിൻ്റെ നമ്പറാണെങ്കിൽ ഇവിടെ ഇതിട്ടിട്ട് ചെയ്യാം. ഇനി നമ്മൾ വേണ്ടത് അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ കോളം ഡിലീറ്റ് ചെയ്തല്ലേ. റോ ഹെഡർ ഇടുന്നോട്ടെ. ഹെഡർ ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സാധനം കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്കിത് മാസം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സാധനം നമ്മളിവിടെ കോളം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും നമ്മൾക്ക് ആവശ്യമില്ല. അത് ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നോട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഒന്ന് C2 ആണ്. ഈ C ഡാഷ് എന്നിട്ടെടുക്കുന്നത് നമ്പർ മാത്രമായാലും ചിലപ്പോൾ കാൽക്കുലേഷന് അത് പിന്നെ എടുത്തു കളയും എക്സൽ. അതുകൊണ്ടാണ് C ഇട്ടത്. അപ്പം നമുക്ക് കോളം 2 C2 ആണ്. 2 വേണം, പിന്നെ 4 വേണം, പിന്നെ നമ്മൾക്ക് വേണ്ടത് അവസാനത്തെ 26 ഇത് റണ്ണിങ് ടോട്ടലാണ് 26. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ വേണ്ടു. ഇവരെ മെമ്പർ നമ്പർ പിന്നെ മെമ്പർ നമ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എടുക്കുന്നില്ല. തൽക്കാലം 2, 4, 6 വേണ്ടു. ഇതിൽ നമ്മൾ 2, 4 നമ്മൾ ഈ സാധനങ്ങൾ അടിച്ചാൽ അത് ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ഹൈറ്റിലേക്ക് അടിച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞ എന്താണ് സാധനങ്ങൾ അതൊക്കെ ബാക്കിയൊന്നും വേണം കടിച്ചു കളയാം. ഇപ്പം ഞാൻ തൽക്കാലം അടിച്ചു കളയാം. ഇതിപ്പോൾ ടോട്ടൽ ഈ C26 ഇത്രയും വേണ്ടു. മാസവും പേരും മാസവും ഇത്രയും എമൗണ്ടേ വേണ്ടു. ഓക്കെ, അതെല്ലാം കൂടെ കൂടിയിട്ട് 1,80,000 വരുന്നത്. ഇനി ഇതും കാണുന്നില്ല. ഈ കോളം കളി ഇവിടെ വെച്ചിട്ട് മൊത്തം സെലക്ട് ചെയ്ത് ഇൻസേർട്ട് പോയി പിവറ്റ് റിപ്പോർട്ടിംഗ് എടുത്തു. അടിച്ചു കഴിഞ്ഞാൽ C2 അത് എവിടെ വേണം, ലെഫ്റ്റ് സൈഡ് വേണം. ഇവിടെ ലെഫ്റ്റ് സൈഡ് വന്നു.
ഇനി C4 എന്നത് മാസം, അതായത് മേലെ ഇങ്ങനെ വരണം. അത് C4 മേലെ കിട്ടും. C26 എടുത്തിട്ട് ഇടും. ഇത് സം തന്നെയാണോ നോക്കണം. അപ്പോൾ സമ്മാണ്. അപ്പോൾ നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് ഓരോ കാലത്തും എംപ്ലോയി 1 എത്രയാണ്, എംപ്ലോയി 2 ഇത് ആൽഫബറ്റിക് ഓർഡർ അല്ല, ക്യാരക്ടർ സോർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് ക്യാരക്ടർ ആയതുകൊണ്ട് എംപ്ലോയി 3 ഇടപ്പോയത്. ഈ രീതിയിൽ 1,80,000 എന്തെങ്കിലും കിട്ടും. അതിനുശേഷം നമുക്ക് ഇവിടെ അക്കൗണ്ട് നമ്പറും അവരെ അക്കൗണ്ട് നമ്പർ IFSC കോഡും ആഡ് ചെയ്താൽ മതി. അത് ചെയ്യാനും എളുപ്പവഴി വേറെ ഉണ്ട്, അത് ഞാൻ ഇതിൽ പറയുന്നില്ല. അത് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ ഈ ഷീറ്റ് വേണമെന്ന് അവർക്ക് ഉപയോഗിക്കാം.